ും ഇങ്ങനെ ഇതിലേക്ക് വിശ്വാസത്തിലേക്ക് കടന്നു വരാനുള്ള ഒരു സാഹചര്യം? വിശ്വാസത്തിലേക്ക് വരാനുള്ളത് പറയുകയാണെങ്കിൽ നമുക്ക് അരമണിക്കൂർ തയ്യാണ്ട് വരും, കുറേ പോകും. പക്ഷെ ഞാൻ അതിൻ്റെ കോർ കണ്ടന്റ് മാത്രം പറയാം. ഞാൻ നിരീശ്വരവാദിയായിരിക്കും നടക്കുന്ന സമയത്ത് എൻ്റെ മനസാക്ഷിയോട് സത്യസന്ധത പുലർത്തണമെന്ന് ആഗ്രഹിച്ച വ്യക്തിയാണ്. ഒരിക്കലും അന്നും പല സുഹൃത്തുക്കളായിട്ട് തർക്കത്തിലൊക്കെ ഏർപ്പെടാറുണ്ട്. വിശ്വാസികളല്ലാത്തവരുമായിട്ടുള്ളവർ പലരെ ഞാൻ നിരീശ്വരവാദത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ തർക്കത്തിനിടയിൽ ഞാൻ വിശ്വസിക്കുന്ന കാര്യത്തിനെതിരായിട്ടുള്ളൊരു കാര്യം കൃത്യമായ തെളിവുകളോടുള്ള ഒരാൾ സ്ഥാപിച്ചാൽ പിന്നെ ഞാൻ എതിർക്കാൻ പോകില്ല, അതിനെ അംഗീകരിക്കും. അതാണല്ലോ വേണ്ടത് നമ്മൾ. അപ്പോൾ ഇങ്ങനൊരു ഇതുണ്ട്. ഞാൻ ആ സമയത്ത് കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ അവിടെ ട്രെയിനിൽ ചായ കച്ചവടം നടത്തുന്ന സമയമാണ്. അപ്പോൾ എനിക്ക് ട്രെയിനിൽ ഇഷ്ടംപോലെ സ്നേഹിതന്മാരുണ്ട്, യാത്രക്കാരായിട്ടുള്ളവർ. പിന്നെ കാരണം ആൾക്കാരായിട്ട് പരിചയപ്പെടുക, സംസാരിക്കാൻ എനിക്ക് ഭയങ്കര താല്പര്യമുള്ളൊരു കാര്യം. അപ്പോൾ അതല്ലാണ്ട് ഭിക്ഷ യാചിക്കുന്ന ആൾക്കാർ മുതൽ മറ്റ് കച്ചവടക്കാരെല്ലാവരൊക്കെ ആയിട്ട് നല്ല കമ്പനിയാണ്. അപ്പോൾ ഒരു സ്ഥലത്ത് ട്രെയിൻ ചെന്ന് പിന്നെ വൈകുന്നേരം ആയിരിക്കും അടുത്ത ട്രെയിൻ തിരിച്ചിങ്ങോട്ടേക്ക് വരും. ഉച്ചയ്ക്ക് ഞങ്ങൾ മെയിലിന് ചെന്ന് കഴിഞ്ഞാൽ കണ്ണപുരം എന്ന് പറയുന്ന പഴയങ്ങാടി അല്ലെങ്കിൽ കണ്ണപുരം ഇവിടെ എവിടെയെങ്കിലും ഞങ്ങൾ ഇറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ട്രെയിൻ വൈകുന്നേരമാണ്, കോയമ്പത്തൂർ ഫാസ്റ്റ് പാസഞ്ചർ. അപ്പോൾ അതുവരെയ്ക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. അപ്പോൾ ചിലപ്പോൾ കിടന്നുറങ്ങും, ചിലർ വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കും. അപ്പോൾ ഞാൻ പലപ്പോഴും വർത്തമാനം പറഞ്ഞിരിക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ ഈ ഭിക്ഷക്കാരായിരിക്കുന്നവരൊക്കെ ആയിട്ടായിരിക്കും മിക്കപ്പോഴും ചർച്ച. അപ്പോൾ അവരിൽ പലരും നല്ല ഇതിലൊക്കെ ഒരു കാലത്ത് അവരുടെ യുവത്വത്തിൽ നല്ല വിധത്തിൽ ജീവിച്ചിരുന്ന ആളുകളാണ്. ഒരു കുഴപ്പമില്ലാതെ ആരോഗ്യവാന്മാരായിട്ടൊക്കെ ജീവിച്ചിരുന്നത്. പ്രായമായി കഴിഞ്ഞപ്പോൾ ചിലർ വീട്ടിൽ നിന്ന് പുറന്തള്ളപ്പെട്ടു, പല പല കാരണങ്ങളാലൊക്കെ ഇങ്ങനെ വന്നിട്ട് ഭിക്ഷക്കാരൊക്കെ ആയിട്ട് നടക്കുകയാണ്. അപ്പം ഞാൻ ആ സമയത്ത് സത്യം പറയാൻ നാട് വിട്ട് നടക്കുകയാണ്. വീട്ടിലേക്ക് ഞാൻ പോയിട്ടില്ല. 5 വർഷം കഴിഞ്ഞാണ് ഫസ്റ്റ് ഞാൻ നാട് വിട്ട് പോയിട്ട് 5 കൊല്ലം കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവരുടെ ഈ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിലൊരു ചിന്ത വന്നു, ഞാനും ഇതുപോലെ ആകുമോ? പ്രായമായി കഴിയുമ്പോൾ ഞാനൊരു ഭിക്ഷക്കാരെ പോലെ ആയിരുന്നു. കാരണം എനിക്ക് വിവാഹം കഴിക്കണം അങ്ങനെയുള്ള ചിന്തയൊന്നുമില്ല. വായനാശീലമുണ്ട്, കിട്ടുന്ന പുസ്തകം പണിയെടുക്കുന്നു, കിട്ടുന്ന പൈസയ്ക്ക് പുസ്തകം വാങ്ങുന്നു, പിന്നെ സിനിമ കാണുന്നു, അങ്ങനെയൊക്കെ അങ്ങ് ജീവിതമാണ്. അപ്പോൾ ഈ ഒരു ചിന്ത എൻ്റെ ഉള്ളിൽ വരാൻ തുടങ്ങി. ഒരാവശ്യമില്ല സത്യത്തിൽ. ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്. എനിക്ക് എൻ്റെ ഇതല്ല മാത്രമല്ല, ആ സമയത്ത് വായിക്കുന്ന പുസ്തകങ്ങളെല്ലാം നിരീശ്വരവാദത്തോട് ബന്ധപ്പെട്ടതായതുകൊണ്ട് ജീവിതത്തിൻ്റെ അർത്ഥമില്ല എന്നുള്ളതാണ്. കാരണം നമ്മൾ പരിണാമപ്രകാരം വന്നവരാണ്. മൃഗവും മനുഷ്യനും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല. മൃഗം മരിക്കുന്ന പോലെ മനുഷ്യനും മരിക്കുന്നു എന്നുള്ള ചിന്തയിലാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു ചിന്ത എന്ന് ഞാൻ വിചാരിച്ചു, അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ അധികം ഈ കഷ്ടപ്പാടൊക്കെ ആയിട്ടുള്ള ഈ ദുരിതം നിറഞ്ഞ ജീവിതം, ഇത് അവസാനിപ്പിക്കുന്നതല്ലേ നല്ലതെന്നുള്ളൊരു ചിന്ത വരാൻ തുടങ്ങി. അപ്പോൾ ആ ചിന്ത പതുക്കെ ഉള്ളിൽ കയറാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ആത്മഹത്യ ചെയ്യണമെന്നുള്ളൊരു ഇത് വരും. പക്ഷെ അപ്പോൾ തന്നെ മറുവശത്തിരുന്ന് വേറെ ആരോ നമ്മളോട് പറയാണ്, ആത്മഹത്യ ചെയ്യരുത്, അത് ഭീരുത്വമാണ്, നിനക്ക് ജീവിതത്തെ ഫേസ് ചെയ്യാനുള്ള ധൈര്യമില്ല, നീ ജീവിതത്തിൽ വിളിച്ചോടാൻ പോവാണ്. പക്ഷെ മറുവശത്ത് പറയാണ് ഈ ജീവിതം കൊണ്ട് പ്രയോജനമൊന്നുമില്ല. അപ്പോൾ ഇതെൻ്റെ ഉള്ളിൽ ഭയങ്കരമായ ഒരു ആന്തരികമായ സംഘടന ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ചിലപ്പോൾ ഞാൻ നേരത്തെ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്നേഹിതന്മാർ വരാൻ വേണ്ടിയിട്ട്, ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലാണ് കൂടാ എല്ലാവരും. അപ്പോൾ കൂട്ടുകാരന്മാർ വരാൻ വേണ്ടിയിട്ടൊക്കെ കാത്തിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഈ ഗുഡ്സ് ട്രെയിനൊക്കെ ഇങ്ങനെ അങ്ങ് പാഞ്ഞു പോകുമ്പോൾ അതിൻ്റെ മുമ്പിൽ ചാടണമെന്നുള്ളൊരു ഭയങ്കര പ്രേരണ ഉള്ളിൽ നിന്ന് വരും. ചാടുന്നുള്ളിലിരുന്ന് ആരോ ഇങ്ങനെ പറയും. അപ്പോൾ ഞാൻ ആ റെയിൽവേ സ്റ്റേഷൻ്റെ സീറ്റ് ഉണ്ടല്ലോ, കണ്ടല്ലോ, അഴികളിട്ട സീറ്റാണ് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ഇതിനുള്ളത്. അപ്പോൾ അതിനകത്തേക്ക് ഞാൻ കൈയൊക്കെ കടത്തിയിട്ട് അഴികളിൽ മുറുകെ പിടിച്ചിരിക്കും ചാടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എനിക്ക് 5 വർഷം കഴിഞ്ഞ് ഞാൻ പിന്നെ നാട്ടിൽ വന്നിട്ടാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കൊടുങ്ങല്ലൂരുള്ള ചേച്ചിയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ചേച്ചിയൊക്കെ വിശ്വാസിയാണ്. ചേച്ചിക്ക് 2 പെൺകുട്ടികളാണ്, ചെറുത് അളിയൻ മരിച്ചുപോയി. അപ്പോൾ ചേച്ചി വളരെ സന്തോഷവതിയാണ്, വിധവയാണ്, 2 പെൺകുഞ്ഞുങ്ങൾ ചെറുത്. പക്ഷെ ചേച്ചി പാട്ടുകാരിയൊക്കെയാണ്, പാട്ട് എഴുതുകയും ചെയ്യും. ചേച്ചി എപ്പോഴും പാട്ട് പാടിക്കൊണ്ടാണ്. എനിക്ക് ഭയങ്കര അത്ഭുതം. എനിക്കൊരു കുഴപ്പമില്ല, എനിക്ക് അത്ര പ്രായമില്ല, ഒരു 20 വയസ്സേ ആ സമയത്തുള്ളൂ. മുറിച്ചിട്ടെറിയുന്ന നല്ല യുവത്വത്തിൻ്റെ പ്രായം. അപ്പോൾ ആ ഇതിൽ വേറെ എന്തൊക്കെ ചിന്തിക്കാം, എന്തൊക്കെ ചെയ്യാം. പക്ഷെ എനിക്ക് ആത്മഹത്യയോടുള്ളൊരു പ്രേരണ ഭയങ്കരമായിട്ട് വരുന്നു. ഇവിടെ എല്ലാവരും സാഹചര്യം പ്രതികൂലമായിട്ടും ചേച്ചി നല്ല സന്തോഷത്തിൽ നടക്കുന്നു. അപ്പോൾ ഇതെന്താണെന്ന് ഞാനിങ്ങനെ അന്വേഷിക്കുകയും ഇതൊക്കെ ചെയ്തു. ചേച്ചിനോട് സുവിശേഷമൊക്കെ പറയാനൊക്കെ വന്നു. ഞാൻ പിന്നെ എനിക്കാണെങ്കിൽ കുറേ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, കാരണം പലരെയും ഞാൻ ചർച്ച ചെയ്തിട്ട് നിരീശ്വരവാദിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ചേച്ചിക്ക് എൻ്റെ അടുത്ത് അധികം സംസാരിച്ചിരിക്കാൻ പറ്റിയില്ല. പിന്നീട് അത് കഴിഞ്ഞിട്ടുണ്ട്, എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു അമ്പലമുണ്ട്. അപ്പോൾ ഈ അമ്പലത്തിൽ ഉത്സവം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ചേച്ചിയുടെ പിള്ളേരെ ഉത്സവത്തിന് കൊണ്ടുവരാം എന്ന് വെച്ചിട്ട് ചെല്ലുകയാണ്. അപ്പോൾ ഞായറാഴ്ച ഉത്സവം, ശനിയാഴ്ച ഞാൻ പോവാണ്. ഞാൻ ചെന്നപ്പോൾ പിള്ളേർ പറഞ്ഞില്ല, ഞായറാഴ്ച ഞങ്ങൾക്ക് ആരാധനയ്ക്ക് പോകണം, ഞങ്ങൾ വരില്ല എന്ന് പറഞ്ഞു. ഞാൻ കുറേ നിർബന്ധിച്ച് വരുന്നില്ല. അപ്പോൾ പിള്ളേർ പറഞ്ഞൊരു കാര്യം ചെയ്യും, നാളെ മാമൻ ഞങ്ങളുടെ കൂടെ ചർച്ചിലേക്ക് ആരാധനയ്ക്ക് പോവാം, അത് കഴിഞ്ഞിട്ട് ആരാധന കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ശരിയെന്ന് വിചാരിച്ച് അങ്ങോട്ട് ചെന്നു. അപ്പോൾ ചെന്ന് കഴിഞ്ഞിട്ട് ആരാധനയൊക്കെ കഴിഞ്ഞു. ചേച്ചിയപ്പം എന്നെ കുറിച്ച് സാക്ഷ്യമായിട്ട് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ അനുജനാണ് ഇവൻ, ഇങ്ങനെ നിരീശ്വരവാദിയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്നോടെല്ലാവരും സംസാരിക്കാനൊക്കെ വന്ന്. ഞാൻ പക്ഷേ നമ്മുടെ കണ്ണിൽ വിശ്വാസികളൊക്കെ ഒന്നുമില്ലല്ലോ, ഒരു ബുദ്ധിയില്ലാത്ത ടീമാണെന്നുള്ളൊരു ധാരണയിലാണല്ലോ നമ്മൾ പോകുന്നത്. അപ്പോൾ ഞാൻ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ വിട്ടുപോയി. എന്നിട്ട് പിള്ളേരെ വിളിച്ച് ഞാൻ പിള്ളേർ ഞങ്ങൾക്ക് ഇന്ന് സൺഡേ സ്കൂൾ വാർഷികമാണ്, അപ്പോൾ അത് കഴിഞ്ഞിട്ടേ വരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ശരിയെന്നും പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഇത്ര നേരം ഇരുന്നല്ലാന്ന് പറഞ്ഞിട്ട് പിന്നെ ഇരിക്കണം.
അപ്പോൾ ഓരോ കുഞ്ഞുങ്ങൾ വന്നിട്ട് അവതരിപ്പിക്കുകയാണ്, ഓരോന്ന് ഇങ്ങനെ അവതരിപ്പിക്കുക. സൺഡേ സ്കൂളിൽ അവർ പാട്ട്, ചിലർ ബൈബിളിലുള്ള ചിലപ്പോൾ ഒരു പാരഗ്രാഫ് അല്ലെങ്കിൽ ഒരു സങ്കീർത്തനം അല്ലെങ്കിൽ ഒരു അധ്യായം മുഴുവൻ ഇങ്ങനെ കാണാപ്പാടം പറഞ്ഞിട്ട് പോകും. അപ്പോൾ ഇതെന്താ പറയുന്നറിയില്ല, പിള്ളേരാണല്ലോ നല്ല സൂപ്പർ ഫാസ്റ്റ് പോകുന്ന പോലെ പെട്ടെന്ന് അങ്ങ് പറഞ്ഞ് തീർക്കണം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ പിള്ളേർക്കൊക്കെ നല്ല മെമ്മറി പവർ ഉണ്ട്, നല്ല ഭാവിക്ക് പ്രയോജനമുള്ള പിള്ളേരാണ് എന്നൊക്കെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അല്ലാണ്ട് ഇവർ പറയുന്നതാണെന്ന് ഞാൻ ശ്രദ്ധിക്കുന്നില്ല. പക്ഷെ അപ്പോഴാണ് ഒരു 5-6 വയസ്സുള്ള സ്റ്റെഫി എന്ന് പറഞ്ഞത്, പിന്നെ അറിയുന്ന ആളുടെ പേര് സ്റ്റെഫി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവളിന്നിപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് വലിയ ഇതായത്. അപ്പോൾ സ്റ്റെഫി വന്നിട്ട് അവിടെ സങ്കീർത്തനം, അവൾ 23-ാം സങ്കീർത്തനമാണ് ചൊല്ലാൻ നിൽക്കുന്നത്. അപ്പോൾ അവൾ ആദ്യത്തെ 2 വാക്യം പറഞ്ഞു, 3-ാമത്തെ വാക്യത്തിൽ എത്തി കഴിഞ്ഞിട്ട് അവൾക്ക് പിന്നത്തെ വരി കിട്ടുന്നില്ല, അവൾ മറന്നുപോയി. അപ്പോൾ അത് അവനെൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നു എന്നുള്ള വരിയാണ്, ഈ സത്യവാദ പുസ്തകത്തിൽ അങ്ങനെയാണ്. അപ്പോൾ അവനെൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നു. ഇത് എത്തിക്കഴിഞ്ഞിട്ട് അവൾ പിന്നെയും ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്യാണ്, കാരണം ബാക്കി കിട്ടുന്നില്ല, അടുത്തവരും മറന്നുപോയി. അപ്പോൾ എനിക്ക് പാവം തോന്നി, അയ്യോ എല്ലാ കുഞ്ഞുങ്ങളും പറഞ്ഞു ഇവള് എന്താ പറയുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നില്ല, ഇവൾക്ക് മാത്രം കിട്ടുന്നില്ലോ എന്നിങ്ങനെ വിഷമിച്ചിരിക്കാം. പക്ഷെ കുറേ കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് ഇവള് പറയുന്ന വാചകം എന്താണെന്ന് കൃത്യമായിട്ട് എൻ്റെ ഉള്ളിലേക്ക് വരുന്നത്, അവൻ എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നു. അപ്പോൾ എനിക്ക് ആ നിമിഷം തന്നെ എൻ്റെ ഉള്ളിൽ ബോധ്യമായി, ഇതാണ് ഒരു മനുഷ്യന് വേണ്ടത്. കാരണം എനിക്കതില്ല. ഞാൻ ഓരോ പ്രാവശ്യം നാട്ടിൽ വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ ബസ്സിൽ കയറിയിട്ട് ഞാൻ തിരിഞ്ഞു പോകും, ഇനി അടുത്ത ഡെഡ് ബോഡി ആയിട്ടായിരിക്കും വരാം. കാരണം എനിക്കറിയാം ഒരു പരിധി കഴിയുമ്പോൾ എനിക്ക് ഇതിനെ തടഞ്ഞു നിർത്താൻ പറ്റില്ല. ഞാൻ എങ്ങനെയായാലും ട്രെയിനിൻ്റെ മുമ്പിൽ ചാടുക അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്ന എനിക്കെന്നെ അറിയായിരുന്നു. അപ്പോൾ ഇനി ഞാൻ കഷ്ണമായിട്ടായിരിക്കും നാട്ടിലേക്ക് വരുന്നത് എന്ന് കരുതി ഓരോ പ്രാവശ്യം ഞാൻ ബസ്സിൽ കയറുമ്പോൾ തിരിഞ്ഞു നോക്കി ഞാൻ പോകാറുള്ളതാണ്. അപ്പോൾ അധികം നാളില്ല എന്ന് ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുക. അത്രയും ആത്മസംഘർഷം ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഒരു വശത്ത് ഇത് വേണ്ട, ഒരു വശത്ത് ഇത് വേണം എന്നുള്ള നിലയിൽ ഇങ്ങനെ പോവാണ്. ഇത് പറഞ്ഞു കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ആ നിമിഷം അവിടെ നിന്ന് മനസ്സിൽ ഞാൻ പറഞ്ഞു, ഈ ദൈവത്തെ അനുഗമിച്ചാൽ പ്രാണന് തണുപ്പ് കിട്ടുമെങ്കിൽ ഞാൻ ഈ ദൈവത്തെ അനുഗമിക്കും. അത് ഞാൻ അവിടെ ഇരുന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നീട് അതിന് മുമ്പൊക്കെ ഞാൻ ബൈബിൾ ഞാൻ വായിച്ചിട്ടുണ്ട്. വായിക്കുന്നെല്ലാം കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രമാണ്, ഇതിനകത്തുനിന്ന് വിമർശിക്കാൻ എന്തുണ്ടെന്നുള്ള നില വായിക്കുന്നത്. പക്ഷെ അതിനുശേഷം ഞാൻ ഇതിൽ നിന്ന് എനിക്ക് ഗുണകരമായിട്ട് എന്തെങ്കിലും ഉണ്ടോ, എനിക്ക് പ്രയോജനമുള്ള എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള നിലയിലാണ് പിന്നെ ഞാൻ വായിക്കാൻ തുടങ്ങിയത്. അങ്ങനെയാണ് ഞാൻ സത്യം അറിയുകയും സുവിശേഷം വിശ്വസിച്ച് യേശു ക്രിസ്തുവിൻ്റെ മകനായിട്ട് തീരുകയും ചെയ്തത്.